വയനാട്ടിലെ സ്വർണ്ണ ഖനനം നഷ്ടങ്ങളിലേക്ക് വഴിതെളിച്ചപ്പോൾ ഖനന കമ്പനികൾ വയനാട്ടിൽ നിന്നും ഇറങ്ങിയത് കോലാറിലേക്കായിരുന്നു. 1880കളായപ്പോഴേക്കും 33 ഇംഗ്ലീഷ് കമ്പനികൾ മത്സരിച്ച് സ്വർണ്ണ ഖനനം നടത്തിയെങ്കിലും 1-2 വർഷം കഴിഞ്ഞിട്ടും സ്വർണ്ണ ഖനനം ലാഭകരമായില്ല. ലണ്ടനിൽ നിന്നെത്തിയ ഹോൺ, ഡാർലിംഗ്ടൺ, AG ചാർലിടൺ എന്നിവർ ചില സ്വർണ്ണ ഖനികളിൽ വിദഗ്ധ പരിശോധന നടത്തിയതിനു ശേഷം അപ്പോഴുള്ള സാങ്കേതിക സൗകര്യം ഉപയോഗിച്ചുള്ള ഖനനം വാണിജ്യാടിസ്ഥാനത്തിൽ ലാഭകരമായിരിക്കുകയില്ലെന്ന് അഭിപ്രായപ്പെട്ടതോടെ പല കമ്പനികളും ഖനനം നിർത്തിവെച്ചു. സ്വർണ്ണ ഖനനം പരാജയത്തിൽ കലാശിച്ചപ്പോൾ ആ സ്ഥലങ്ങൾ കൂടി തോട്ടം കൃഷിക്കായി ഉപയോഗിച്ചു. വയനാട്ടിലെ വൻതോതിലുള്ള കാപ്പി, തേയില തോട്ടങ്ങളുടെ കാരണവും ഇതായിരുന്നു. സ്വർണവും അഭ്രവും മറ്റ് ധാതുക്കളും ഖനനം ചെയ്യുവാനായി അക്കാലത്ത് നടത്തിയ ശ്രമങ്ങളുടെ സ്മാരകങ്ങളായി വയനാട്ടിൽ പലയിടത്തും നിരവധി തുരപ്പുകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. വയനാട്ടിലെ സ്വർണ്ണ ഖനനം നഷ്ടങ്ങളിലേക്ക് വഴിതെളിച്ചപ്പോൾ ഖനന കമ്പനികൾ വയനാട്ടിൽ നിന്നും ഇറങ്ങിയത് കോലാറിലേക്കായിരുന്നു. അങ്ങനെ 1890കളിൽ കോലാറിലെ സ്വർണ്ണ ഖനന പ്രക്രിയകൾ കാക്കം കൂടി.